കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ദുബായ് ലൂപ്പിന്റെ മാതൃകയിൽ ലോകത്ത് മറ്റൊരിടത്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്, വേഗാസ് ലൂപ്പ്. അമേരിക്കയിലെ ലാസ് വേഗാസിൽ 2021 മുതൽ പ്രവർത്തിക്കുന്ന 5 സ്റ്റേഷനുകൾ മാത്രമുള്ള വേഗാസ് ലൂപ്പ് 60 സ്റ്റേഷനുകളായി എക്സ്പാൻഡ് ചെയ്യുകയാണ്. 2021 മുതൽ ഇതുവരെ 2 മില്യൺ ആളുകൾ വേഗാസ് ലൂപ്പിലൂടെ സഞ്ചരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഫ്യൂച്ചറിസ്റ്റിക് നഗരമായ ദുബായിൽ 17 കിലോമീറ്റർ നീളത്തിലാണ് ലൂപ്പ് എന്ന തുരങ്കപാത വരുന്നത്. 11 സ്റ്റേഷനുകൾ ഉണ്ടാവും. ദുബായിലെ തിരക്കേറിയ ഇടങ്ങളിലൂടെ ഒരു തുരങ്കപാത. സാധാരണയേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഇലോൺ മസ്കിന്റെ തന്നെ ദി ബോറിംഗ് കമ്പനിയുമായി ചേർന്നാണ് ദുബായ് ലൂപ്പിന്റെ നിർമ്മാണം. ഒരാഴ്ച കൊണ്ട് 1.5 കിലോമീറ്റർ വരെ നീളത്തിൽ ബോറിംഗ് കമ്പനിയുടെ യന്ത്രങ്ങൾക്ക് കുഴിക്കാൻ കഴിയും. ദുബായ് ലൂപ്പിലൂടെ 1 മണിക്കൂറിൽ 20,000 ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഡ്രൈവർലെസ് കാറുകളാകും തുരങ്കത്തിലൂടെ ഓടുക. 20 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ടെസ്ലയുടെ തന്നെ റോബോ ബസ്സും ലൂപ്പിലൂടെ ഓടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശത്തോളം ഉയരത്തിൽ മാത്രമല്ല, ഭൂമിക്കടിയിലേക്കും വളർച്ചയുടെ സാധ്യതകൾ തേടുകയാണ് ദുബായ്. അതിലെ ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് ആണ് ദുബായ് ലൂപ്പ്.